ഗുരു, മഹാകവി എൻ കുമാരനാശാൻ രചിച്ച കരുണ എന്ന മഹാകാവ്യത്തിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. ഉത്തരമധുരയിൽ വാസവദത്ത എന്ന സ്ത്രീക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനിൽ അനുരാഗം ഉണ്ടായി. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരുവാൻ തന്റെ പ്രിയ തോഴിയെ പറഞ്ഞയച്ചിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്നതാണ് സന്ദർഭം. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ സഖ്യ ദീനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമധുരപുരിക്കുത്തരോബന്ധത്തിലുള്ള വിസ്തൃത രാജവീതി തൻ കിഴക്കരികിൽ കാളിമ കാളും നഭസേ ഉമ്മ വയ്ക്കും വെൺമനോജ്ഞ മാളികയും നിന്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്താം വളഞ്ഞ വാതിലാർന്നകത്താളിരുന്ന കാണും ചെറു മതിലിനുള്ളിൽ ചിന്നിയ പൂങ്കുലകളാൽ പട്ടുതൊങ്ങൽ ചൊഴുമൊരു പൊന്നശോകം വിടുത്തിയ കുടതൻ കീഴിൽ മസൃണശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പ വിസ്മരസൂരവിയാം ഉപധാനത്തിൽ മെല്ലയൊട്ടു ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോവരിയൊരു വശത്താക്കിയും കല്ലുളി വീശുന്ന കർണപുരമന്നും വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടുകാണു മാറുമതിനടിയിൽ നന്മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും ബലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വച്ചും രാമച്ച വിശറി പനി നീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവള കീലുങ്ങി ഒട്ടുവീശിച്ചും കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ചുളങ്ങിയിരിക്കുന്നു മതിമോഹിനി.